കണ്ണൂർ സർവകലാശാലയിൽ നടക്കുന്ന പരിപാടിയിൽ ദേശവിരുദ്ധമായി ഒന്നുമില്ലെന്ന് ഉറപ്പുവരുത്താനുള്ള ഉത്തരവ് പിൻവലിച്ചു. സിൻഡിക്കേറ്റ് സമിതിയാണ് ഉത്തരവ് പിൻവലിച്ചത്. അതേസമയം ഉത്തരവ് പിൻവലിച്ചതിനെതിരെ BJP രംഗത്തെത്തി. ദേശവിരുദ്ധ പ്രവർത്തനം നടത്താൻ വേണ്ടിയാണോ SFI സമരം ചെയ്ത് ഉത്തരവ് മാറ്റിയതെന്ന ആരോപണമാണ് ഉയരുന്നത്. കണ്ണൂർ സർവകലാശാലയിൽ നടക്കുന്ന പരിപാടികളിൽ ദേശവിരുദ്ധമായി ഒന്നുമില്ലെന്ന് ഉറപ്പുവരുത്താനാണ് വൈസ് ചാൻസലർ ഡോക്ടർ KK സാജുവിന്റെ നിർദ്ദേശപ്രകാരം രജിസ്ട്രാർ 7-അംഗ സമിതി രൂപീകരിച്ച് ഉത്തരവിറക്കിയത്. ദേശസ്നേഹികളായ ആളുകളെ സംബന്ധിച്ച് സന്തോഷം നൽകുന്ന ഉത്തരവായിരുന്നു VCയുടേത്. എന്നാൽ ഉത്തരവ് വന്നതിന് പിന്നാലെ പ്രതിഷേധവുമായി SFI രംഗത്തെത്തി. സർവകലാശാലയിലേക്ക് മാർച്ച് നടത്തുകയും അവിടെ SFI പ്രവർത്തകർ അക്രമം അഴിച്ചുവിടുകയും ചെയ്തു. ഇതിനിടെ സിൻഡിക്കേറ്റ് സമിതി ഉത്തരവ് പിൻവലിച്ചു. അതേസമയം സതുദ്ദേശപരമായി പുറത്തിറക്കിയ ഉത്തരവിന്റെ പേരിൽ രാഷ്ട്രീയം കളിച്ച SFIക്കെതിരെ രൂക്ഷ വിമർശനവുമായി BJP നേതൃത്വം രംഗത്തെത്തി. SFI ദേശവിരുദ്ധതയെ പിന്തുണയ്ക്കുകയാണോ എന്ന ചോദ്യമാണ് BJP ഉന്നയിച്ചത്. ഇത്തരം ഒരു ഉത്തരവ് വന്നാൽ SFIക്ക് എന്താ പ്രയാസം? ഇതിനർത്ഥം SFI ദേശവിരുദ്ധമായ പ്രവർത്തനം നടത്തുന്നുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. ആ ദേശവിരുദ്ധമായ പ്രവർത്തനം നടത്താൻ കണ്ണൂർ സർവകലാശാലയ്ക്ക് അവർക്ക് ഒരു താവളമായി മാറ്റാൻ അവർ ശ്രമിക്കുന്നുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. ഈ സമരത്തിൻ്റെ പിറകിൽ ദേശവിരുദ്ധമായ പ്രവർത്തനം കഴിഞ്ഞ 25 വർഷമായി കണ്ണൂർ സർവകലാശാല തകർത്ത് നടക്കുന്നില്ല എന്ന് SFIയുടെ നേതാവ് പ്രഖ്യാപിക്കുമ്പോൾ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഉത്തരവ് വന്നതിനെതിരായിട്ട് അവർ സമരം ചെയ്തത്? രാജ്യത്തെ വിവിധ സർവകലാശാലകളിൽ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കണ്ണൂർ സർവകലാശാല നിരീക്ഷണ സമിതിയെ ഏർപ്പെടുത്തിയത് എന്നാണ് വിവരം. അതേസമയം ഉത്തരവിനെതിരെ SFIയുടെ രംഗപ്രവേശം സംശയങ്ങൾക്കും ഇടയാക്കിയിട്ടുണ്ട്. ജനം, കണ്ണൂർ.